നമസ്കാരം. ഇന്ന് ബംഗാളിൽ ഇലക്ഷൻ പൂർത്തീകരിക്കുന്നതോടുകൂടി ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ നടന്ന ഇലക്ഷൻ്റെ ക്രമീകരണമെല്ലാം പൂർത്തിയാകും. അതോടുകൂടി ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശേഷം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരും. ഇന്ത്യയിലെ 10 പ്രമുഖ ചാനലുകളും ഏജൻസികളുമാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടാൻ പോകുന്നത്. ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളിൽ ആരൊക്കെയാണ് ഇലക്ഷനിൽ വിജയിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ കാത്തിരിക്കുകയാണ്. കാരണം 5 സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ തമിഴ്നാടും ബംഗാളും ഉൾപ്പെടും. ഈ 2 സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളാണ്. രണ്ടാമത് മമതാ ബാനർജി ഒരു ഭാഗത്ത് ഭരിക്കുന്നു, രണ്ടാമത് നമ്മുടെ സ്റ്റാലിൻ DMK ഒരു ഭാഗത്ത് ഭരിക്കുന്നു. കേരളം, അതേപോലെ ആസാം, പിന്നെ പുതുച്ചേരി, ഇങ്ങനെ കേരളവും ആസാമും ഒരേപോലെ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളാണ്. കേരളത്തിൽ 140 സീറ്റുകളുണ്ട്. അതേപോലെ പുതുച്ചേരിയാണ് കേന്ദ്രഭരണ പ്രദേശമാണ്, അവിടെയും ഇലക്ഷൻ നടക്കുകയാണ്. ഈ 5 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ പൂർത്തീകരിക്കാതെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഏറ്റവും പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം 104 സീറ്റുകൾ UDF കിട്ടുമെന്നുള്ള പരിപൂർണമായുള്ള ഒരു കണക്കാണ് ഇപ്പോൾ ഇന്റലിജൻസ് ഗവൺമെന്റ് കൊടുത്തത്. ഇതേപോലെയുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് കേന്ദ്ര ഇന്റലിജൻസും അമിത്ഷായ്ക്ക് കൊടുത്തിട്ടുള്ളത്. കേന്ദ്ര ഇന്റലിജൻസ് പ്രകാരം 118 സീറ്റുകൾ വരെ UDF നേടാമെന്നുള്ളതാണ് കണക്ക്. എന്നാൽ LDF ഇവിടെ കേരളത്തിലെ ഇന്റലിജൻസ് പ്രകാരം 111 സീറ്റുകൾ വരെ നേടാമെന്നുള്ള കണക്കാണുള്ളത്. എന്താണ് 113 സീറ്റ് വരെ നേടാമെന്നുള്ള കണക്കാണുള്ളത്. എന്താണ് കണക്ക് എന്ന് നമുക്ക് നോക്കാം. കണക്ക് പ്രകാരം കാസർഗോഡ് ജില്ലയിൽ 5 സീറ്റാണ് മൊത്തമുള്ളത്. 5 സീറ്റിൽ 3 സീറ്റ് ഉറപ്പായിട്ടും UDF കിട്ടുമെന്നുള്ളതാണ്. 1 സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. ഉദുമ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. എന്നാൽ തൃക്കരിപ്പൂരും അതേപോലെ മഞ്ചേശ്വരവും അതേപോലെ കാസർഗോഡും UDF വിജയിക്കും എന്ന് 100% ഉറപ്പിച്ച് തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുകയാണ്. എന്നാൽ 1 സീറ്റ് ഉദുമ അങ്ങോട്ടും ഇങ്ങോട്ടും വരാമെന്നുള്ള നിലപാടിൽ തന്നെയാണ്. കണ്ണൂരിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അട്ടിമറി നടക്കാൻ പോകുന്നത് തളിപ്പറമ്പിൽ UDF വിജയിക്കുമെന്ന് കൃത്യമായി പറയുകയാണ്. അതായത് തളിപ്പറമ്പിൽ അവിടെ നിൽക്കുന്ന TK ഗോവിന്ദനാണ്. TK ഗോവിന്ദൻ വലിയൊരു വിജയമാണ്. കേരളത്തിൽ CPM ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന വിജയം തന്നെയാണ് തളിപ്പറമ്പിൽ നേടാൻ പോകുന്നത്. പയ്യന്നൂരിലാകട്ടെ ഈക്വൽ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. മറ്റൊരു സ്ഥലം ധർമ്മടമാണ്. ധർമ്മടം പിണറായി വിജയൻ ജയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. മാക്സിമം പോയാൽ 5000 വോട്ടിന് അപ്പുറത്തേക്ക് കടക്കില്ല എന്നുള്ളതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. അവിടെ തന്നെ അഴീക്കോടും കണ്ണൂരും പേരാവൂറും അതേപോലെ ഇരിക്കൂറും പിന്നെ തളിപ്പറമ്പും 5 സീറ്റുകൾ ഉറപ്പായിട്ടും UDF നേടുമെന്ന് പറയുന്നു. 1 സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നേടുമെന്ന് പറയുന്നു. അപ്പോൾ മൊത്തം 11 സീറ്റിൽ 5-5-1 എന്നുള്ള സ്ഥിതിയിലാണ് കണ്ണൂരുള്ളത്. കോഴിക്കോടെ കിടക്കുമ്പോൾ 13 സീറ്റും UDF നേടുമെന്ന് പറയുന്നു. പ്രത്യേകിച്ചും ഏറ്റവും അധികം പ്രശ്നമുള്ള സ്ഥലം എന്ന് പറയുന്നത് ബേപ്പൂരാണ്. ബേപ്പൂരിൽ ഇത്തവണ UDF വിജയിക്കും, PV അൻവർ വിജയിക്കുമെന്ന് വളരെ കൃത്യമായി 10000 വരെ വോട്ടിന് ജയിക്കാം എന്നുള്ളതാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. അത് വലിയ അട്ടിമറി വിജയമാണ് ബേപ്പൂർ നേടാൻ പോകുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 1343 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു LDF ഉണ്ടായിരുന്നത്. എന്നാൽ PV അൻവർ സ്വന്തമായി തന്നെ 10000 വോട്ട് വരെ പിടിക്കാൻ സാധ്യതയുള്ള ആളാണ്. അങ്ങനെ വരുമ്പോൾ വോട്ട് 16000-17000 വോട്ടിന്റെ ഭൂരിപക്ഷം വരും. കാരണം LDF അത്രയും വോട്ട് കുറയുകയും UDF അത്രയും വോട്ട് കൂടുകയും ചെയ്യുമ്പോൾ തീർച്ചയായും LDF പിടിക്കുന്ന വോട്ട് തീർച്ചയായും UDF അനുകൂലമായി മാറുമെന്നുള്ളതാണ് കണക്കൂട്ടുന്നത്. കോഴിക്കോട് നോർത്താണ് അവിടെ വേറൊരു സീറ്റ് ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പിന്നോട്ട് നിന്നത്. കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റിൽ 3 സീറ്റിലാണ് LDF ഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നിന്ന് 13 സീറ്റിൽ 11 സീറ്റും LDF എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി 10 സീറ്റ് UDF 3 സീറ്റ് LDF എന്നുള്ള രൂപത്തിലേക്ക് കടന്നു. അതിൽ എലത്തൂരും അതേപോലെ കോഴിക്കോട് കോഴിക്കോട് നോർത്തും അതേപോലെ ബേപ്പൂരുമാണ് ആ സീറ്റുകൾ. കേരളത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രൂപത്തിൽ പേരാമ്പ്രയിലും ബാലുശ്ശേരിയിലും കൊയിലാണ്ടിയിലും നാദാപുരം തുടങ്ങിയ ഏരിയകളെല്ലാം തന്നെ കുന്നമംഗലത്തും തിരുവമ്പാടിയിലും
എല്ലാ മേഖലകളിലും UDF ആണ് വളരെ 10,000 15,000 ഒക്കെ വോട്ടിന് ഭൂരിപക്ഷത്തോടുകൂടി മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ബേപ്പൂരാണ്. ബേപ്പൂരിന്റെ പ്രത്യേകത പിണറായി വിജയന്റെ മരുമകൻ മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്തവണ വലിയ അട്ടിമറി നടക്കുന്നു എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ വരുന്നത് കാരണം PV അൻവർ അവിടെ വന്നു എന്നുള്ളത് തന്നെയാണ്. PV അൻവറിന് 10,000 വോട്ട് മിനിമം പിടിച്ചെടുക്കാൻ പറ്റും. പിന്നെ എലത്തൂരാണ്. എലത്തൂരിൽ ദയനീയമായ ഒരു തിരിച്ചടിയായിരിക്കും കിട്ടുക എന്നുള്ളതാണ് കൃത്യമായി ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. കാരണം അവിടുത്തെ സ്ഥാനാർത്ഥിയോടുള്ള വലിയ തോതിലുള്ള പ്രതിഷേധമാണ് അവിടെ CPM അണികൾക്ക് ഉള്ളിലടക്കമുള്ളത്. കോഴിക്കോട് ഏറ്റവും അധികം CPM അണികളിൽ നിന്ന് വ്യാപകമായ രൂപത്തിൽ UDFന് വോട്ട് പോയിട്ടുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. ഭരണവിരുദ്ധ വികാരമാണ് കാസർഗോഡ്, കണ്ണൂർ, അതേപോലെ കോഴിക്കോട് ഒക്കെ ഉള്ളതെങ്കിൽ അതിലുപരി പിണറായി വിരുദ്ധ തരംഗമാണ് ഈ മേഖലകളിൽ ഏറ്റവും കൂടുതലുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. പിണറായി വിജയനോടുള്ള എതിർപ്പ് ഭരണവിരുദ്ധ വികാരമല്ല, പിണറായി വിജയനോടുള്ള എതിർപ്പാണ് നമ്മൾ ഇവിടെ ഏറ്റവും അധികം പ്രധാനമായി കാണേണ്ടത്. അപ്പം ഇവിടെ പിണറായി വിജയനോടുള്ള എതിർപ്പ് നമ്മൾ ശക്തമായി കാണുമ്പോൾ അത് ഏറ്റവും പ്രതിഫലിക്കുന്നത് കോഴിക്കോട് ബേപ്പൂരിലാണ് എന്നുള്ളതാണ് ഏറ്റവും. കാരണം മരിമോനിസം ഉയർത്തിയിട്ടാണ് അവിടെ PV അൻവർ മത്സരിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോഴിക്കോട് 13 സീറ്റും UDF നേടുമെന്ന് പറയുന്നത് വലിയ അട്ടിമറിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അട്ടിമറി നടക്കുന്നത് കോഴിക്കോടാണെന്ന് പറയും. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ എക്കാലത്തെയും ശക്തി കേന്ദ്രവും എക്കാലത്തും LDF ജയിക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ. അപ്പം കോഴിക്കോട് നോർത്തും എലത്തൂരും അതേപോലെ ബേപ്പൂരും UDF നേടുമ്പോൾ 13 സീറ്റ് UDF നേടുന്നു എന്നുള്ള അർത്ഥം. കോഴിക്കോട് DCC പ്രസിഡന്റ് അടുത്ത മന്ത്രിയൊക്കെ ആവാൻ സാധ്യതയുള്ള പ്രവീൺ കുമാർ കൊയിലാണ്ടിയിൽ നിന്ന് 10,000-ലേറെ വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിന് ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. അദ്ദേഹം നാളെ മന്ത്രിയാവാൻ സാധ്യതയുള്ള ആളാണ്. അതേപോലെ KK രമ മന്ത്രിയാവാൻ സാധ്യതയുള്ള ആളാണ്. അതേപോലെ PV അൻവറും മന്ത്രിയാവാൻ സാധ്യതയുള്ള ആളാണെന്ന് നമുക്കറിയാം. ഇനി അടുത്തത് വയനാടാണ്. വയനാട്ടിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ 50,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് UDF ജയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാഹുൽ ഗാന്ധിയും അതേപോലെ പ്രിയങ്ക ഗാന്ധിയും അവിടെ നിന്ന് ജയിക്കുന്നത് 50,000 60,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഓരോ സ്ഥലത്തും. മാനന്തവാടിയിൽ മന്ത്രി കേളു പരാജയപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. വേറെ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം പേരാവൂരിൽ മന്ത്രി ശൈലജ വലിയ മാർജിനിലേക്ക് തോൽക്കുക എന്നും പറയുന്നുണ്ട്. കാരണം മന്ത്രിയായ ശൈലജയും പിന്നെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനുമുള്ള കണ്ണൂരിൽ അത് വലിയ അട്ടിമറിയായി നടക്കുമെന്നുള്ളതാണ്. മാത്രമല്ല തളിപ്പറമ്പിലെ പരാജയം അവർ ഏറ്റവും അധികം ദയനീയമായ പരാജയമായിരിക്കും തളിപ്പറമ്പിൽ ഉണ്ടാവുക എന്നും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മലപ്പുറത്തെ കടക്കുമ്പോൾ തവന്നൂർ മാത്രമാണ് സംശയത്തിന്റെ നിഴലിലുള്ളത്. പൊന്നാനിയും ഈ 2 സ്ഥലങ്ങളടക്കം 16 സ്ഥലങ്ങളിലും വലിയ ഭൂരിപക്ഷമായിരിക്കും. എല്ലാ സ്ഥലത്തും 25,000 30,000 50,000 വരെ ഭൂരിപക്ഷം ഉണ്ടാകാം എന്നുള്ള ഒരു കാൽക്കുലേഷനാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നതെങ്കിൽ പാലക്കാട്ടേക്ക് കടക്കുമ്പോൾ പിന്നെ അവിടെയുള്ള 12 സീറ്റിൽ 5 സീറ്റ് UDFനും 6 സീറ്റ് LDFനും 1 സീറ്റ് BJPക്കും പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതായത് പാലക്കാട് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്ന് തന്നെയാണ് ഇതിൽ പറയുന്നതെങ്കിൽ അവിടെ ചിറ്റൂര്, അതേപോലെ മണ്ണാർക്കാട്, കോങ്ങാട്, തൃത്താല തുടങ്ങിയ 5 സ്ഥലങ്ങളാണ് UDF വിജയിക്കുക എന്ന് പറയുന്നത്. 5 സ്ഥലങ്ങളിൽ UDFും അതേപോലെ 6 സ്ഥലങ്ങളിൽ LDFും 1 സീറ്റ് BJPക്കും പോകുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. അടുത്തത് നമ്മുടെ തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ 7 സീറ്റുകളാണ് UDF നേടുമെന്ന് പറയുന്നത്. കഴിഞ്ഞ തവണയൊന്നും ഇല്ലാത്ത വലിയ വികാരമാണ് തൃശ്ശൂർ ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും തൃശ്ശൂർ ടൗൺ തന്നെ പത്മജ വേണുഗോപാൽ തോൽക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ രാജൻ പള്ളൻ വിജയിക്കുമെന്ന് പറയുന്നു. അതേ ഗുരുവായൂരിൽ UDF വിജയിക്കുമെന്ന് പറയുന്നു. അതേപോലെ മണലൂരിൽ UDF വിജയിക്കുമെന്ന് പറയുന്നു. കൊടുങ്ങല്ലൂരിൽ UDF വിജയിക്കുന്നു. ഇരിഞ്ഞാലക്കുടയിൽ UDF വിജയിക്കുമെന്ന് പറയുന്നു. ഇതേപോലെ ചാലക്കുടി കഴിഞ്ഞ തവണ വിജയിച്ച സീറ്റാണ്, അവിടെയും വിജയിക്കുമെന്നാണ് പറയുന്നത്. നാട്ടികയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അട്ടിമറികൾ ഉണ്ടാകാമെന്നും കൂടി പറയുന്നുണ്ട്. ഇതേപോലെ 7 സീറ്റുകളാണ് തൃശ്ശൂരിൽ നിന്നുള്ളതാണെങ്കിൽ നേരെ എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ 14 സീറ്റും UDF നേടുമെന്നുള്ളതാണ് പറയുന്നത്. അതായത് എറണാകുളം UDFിൻ്റെ പൊന്നാപുരം കോട്ട തന്നെയാണെന്ന് കൃത്യമായി ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ?
ഈ എറണാകുളവും മലപ്പുറവും കൂടിയാൽ കേരളത്തിലെ 2 വലിയ ജില്ലകളാണ്, 2 ജില്ലയും കൂടി കൂടിയാൽ 30 സീറ്റ്, അതായത് ഭൂരിപക്ഷത്തിൻ്റെ ഏകദേശം പകുതിയിലോളം സീറ്റുകൾ അവിടെ നിന്ന് തന്നെ നേടുന്നു എന്നുള്ളതാണ്. 7 ജില്ലകൾ സമ്പൂർണ്ണമായിട്ട് UDF നേടുമെന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ജില്ല മലപ്പുറവും അതേപോലെ എറണാകുളവുമാണ്. മൂന്നാമത് വരുന്നത് കോഴിക്കോടാണ്. ഇനി അടുത്തൊരു ജില്ലയെ പറ്റി പറയുകയാണെങ്കിൽ കോട്ടയത്ത് കൃത്യമായി നമ്മുടെ ചാണ്ടിയമ്മൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇത്തവണ 9 സീറ്റും UDF നേടുമെന്നാണ്. അവിടെ പുതുപ്പള്ളിയിലെ വലിയ ഭൂരിപക്ഷമായിരിക്കും, ഏറ്റവും ചുരുങ്ങിയത് 40,000 മേധേ വോട്ടിൻ്റെ ഭൂരിപക്ഷം ചാണ്ടിയമ്മൻ നേടുമെന്നുള്ളതാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. അവിടെ ഇത്തവണ കാഞ്ഞിരപ്പള്ളിയും അതേപോലെ വൈക്കവും അട്ടിമറി വിജയം നേടി UDF നേടിയെടുക്കും. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഭൂരിപക്ഷം ആർക്കായിരുന്നു? 2 സ്ഥലങ്ങളിൽ കാഞ്ഞിരപ്പള്ളിയിലും അതേപോലെ വൈക്കത്തും LDF-നായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. ഇടുക്കിക്ക് കടക്കുമ്പോൾ ഇടുക്കിയിലെ 5 സീറ്റും UDF നേടും എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. കോട്ടയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറയേണ്ടത് പാലയാണ്. പാലയിൽ ജോസ് കെ മാണി ദയനീയമായി തോൽക്കും, ചിലപ്പോൾ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും. PC ജോർജിന്റെ മകൻ അവിടെ 2ാം സ്ഥാനം നേടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഈരാറ്റുപേട്ടയിൽ PC ജോർജ് തോൽക്കും, 2ാം സ്ഥാനത്തേക്ക് പോകും, 3ാം സ്ഥാനത്തേക്ക് LDF മാറും എന്നുകൂടി പറയുന്നുണ്ട്. ഇടുക്കിയെ കടക്കുമ്പോൾ MM മണിയുടെ മണ്ഡലമായ ഉടുമ്പൻചോലയിലും ഇത്തവണ UDF വിജയിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം ബാക്കി 4 സീറ്റുകളിലും വൻ വിജയമായിരിക്കും UDF-ന്. പ്രത്യേകിച്ച് ഇടുക്കിയിൽ റോഷൻ അഗസ്റ്റിന്റെ പരാജയം, കേരള കോൺഗ്രസിന്റെ ദയനീയമായിട്ടുള്ള അവസാനം, കേരള കോൺഗ്രസ് 1 സീറ്റ് പോലും കിട്ടാതെ ഇത്തവണ അവസാനിക്കുമെന്നുള്ളതാണ് കൃത്യമായി പറയുന്നത്. ഇടുക്കിയിൽ നിന്നുള്ള 5 സീറ്റും UDF തൂത്തുവാരും എന്നുള്ളതാണ് പറയുന്നത്. പത്തനംതിട്ടയിൽ കടന്നു കഴിഞ്ഞാൽ പത്തനംതിട്ടയിലെ ഏറ്റവും വലിയ പരാജയം മന്ത്രി വീണ ജോർജിന്റെ ആയിരിക്കും. അവിടെ ദയനീയമായിട്ടുള്ള പരാജയമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട്. അതേപോലെ ബാക്കി 4 സീറ്റുകളും UDF നേടുമെന്നുള്ളതാണ്. ആലപ്പുഴയിൽ കടക്കുമ്പോൾ 9 സീറ്റിൽ 7 സീറ്റ് വരെ UDF നേടാം, 2 സീറ്റ് LDF കൊണ്ട് വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇതേപോലെ കൊല്ലത്തേക്ക് കടക്കുമ്പോൾ കൊല്ലത്ത് 11 സീറ്റാണുള്ളത്. ഈ 11 സീറ്റിൽ 7 സീറ്റ് വരെ UDF നേടാം എന്നുള്ളതാണ് പറയുന്നത്. 7 സീറ്റുകൾ വരെ കൊല്ലം, അതേപോലെ കൊട്ടാരക്കര, പത്തനാപുരം, കഴിഞ്ഞ തവണ വിജയിച്ച കുണ്ടറ, കരുനാപ്പള്ളി തുടങ്ങിയ സീറ്റുകളിലെല്ലാം തന്നെ UDF വിജയിക്കുമെന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്തേക്ക് കടക്കുമ്പോഴും തിരുവനന്തപുരത്ത് ഈ അടുത്ത ദിവസം ഞാൻ അവിടുത്തെ ജില്ലാ CPM സെക്രട്ടറിയോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് 7 സീറ്റ് ഞങ്ങൾക്ക് കിട്ടുമെന്നാണ്. കഴിഞ്ഞ ദിവസം 13 സീറ്റ് കിട്ടിയ സ്ഥലമാണ് തിരുവനന്തപുരം. അത് 14 സീറ്റിൽ 13 സീറ്റും LDF-ന് കിട്ടിയ സ്ഥലമാണ് തിരുവനന്തപുരം. ഇത്തവണ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കുറവാണെന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി തന്നെ പറയുകയാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് അവിടെയുള്ള 7 സീറ്റ് മാക്സിമം 8 സീറ്റ് LDF-ന് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞത് നാടാർമാരുടെ വോട്ട് കൊണ്ട് പല മണ്ഡലങ്ങളും മറിയും, പ്രത്യേകിച്ചും കോവളം, അതേപോലെ കഴക്കൂട്ടം, നേമം, നെയ്യാറ്റിൻകര, അങ്ങനെ തുടങ്ങിയിട്ടുള്ള 7 വാമനപുരം തുടങ്ങിയുള്ള 7 മണ്ഡലങ്ങൾ മറിയുമെന്നാണ് പറഞ്ഞത്. അതായത് ടോട്ടൽ 104 സീറ്റ് വരെ UDF നേടാം. 104 സീറ്റ് വരെ UDF നേടാം. 9 സീറ്റുകൾ ഈക്വൽ ഫൈറ്റ് ആയിരിക്കും. അങ്ങനെ 113 സീറ്റ് വരെ അങ്ങോട്ട് കിട്ടാം. ചിലപ്പോൾ അതിനിടയിലായിരിക്കും 24 സീറ്റ് LDF-ന് കിട്ടാം. പിന്നെ BJP-ക്ക് നേമവും കഴക്കൂട്ടവും കിട്ടാമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അതുപോലെ പാലക്കാട് കിട്ടുമെന്നാണ് പറയുന്നത്. 3 സീറ്റ് പാലക്കാട് സീറ്റും BJP നേടാം എന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്നാണ് 2 സീറ്റ് പിടിച്ചെടുക്കുക, കഴക്കൂട്ടവും അതേപോലെ നേമവും. എന്തായാലും ടോട്ടൽ സീറ്റ് നോക്കുമ്പോൾ 140 സീറ്റിൽ 104 സീറ്റോടെ UDF വിജയിക്കും. 9 സീറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. 24 സീറ്റിൽ LDF വിജയിക്കും എന്നുള്ളതാണ് പിണറായി വിജയൻ. കൂടാതെ പറയുന്ന 3 സീറ്റിൽ BJP വിജയിക്കുന്നതാണ്. ഏറ്റവും നമ്മുടെ ശക്തമായ വികാരം അത് കാണുമ്പോൾ 47% വരെ UDF-ന് അനുകൂലമായും അതേപോലെ 33 മുതൽ 35% വരെ LDF-ന് അനുകൂലമായും
അതേപോലെ 16 മുതൽ 17 വരെ ശതമാനം 15 മുതൽ 17% വരെ BJPക്ക് അനുകൂലമായും വോട്ടുണ്ടാകാം. ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ആള് എന്ന് പറയുന്നത് VD സതീശനാണ്. 38%. പിണറായി വിജയന് 18% മാത്രമാണ് ജനപിന്തുണയുള്ളതെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നു. എന്തായാലും കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ഈ അവസ്ഥയിൽ തിരുവനന്തപുരത്ത് പന്തലൊരുക്കുന്നത് ആർക്കാണ് എന്നുള്ളത് നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ ഉണ്ടാവാം, പല അട്ടിമറികളും ഉണ്ടാവാം. ഇന്ന് നമ്മൾക്കൊന്നും കാണാത്ത വിധത്തിൽ ചിലപ്പോൾ 140 സീറ്റുകളിലും UDF വിജയിക്കാൻ സാധ്യതയുണ്ട്. അതേസമയത്ത് CPM അവർ കണക്കൂട്ടുന്നത് പെൻഷൻ കൊടുത്തിട്ടുണ്ട് 2 മാസം ഒരുമിച്ച് 4000 രൂപ, അതുകൊണ്ട് വിജയിച്ചെടുക്കാം എന്നുള്ളതാണ് അവർ കണക്കൂട്ടുന്നത്. അതോടൊപ്പം പറയുന്നത് അവർക്ക് സ്ഥിരമായി കഴിഞ്ഞ തവണത്തെ MLA തന്നെയാണ് നിർത്തിയത്. അവർക്ക് ജനങ്ങളുമായി ബന്ധമുണ്ട്, അതുകൊണ്ട് ജനങ്ങൾ അവർക്ക് തന്നെ വോട്ട് ചെയ്യും, ആ വഴിക്കും വിജയിക്കാം. അങ്ങനെ വരുമ്പോൾ 75 സീറ്റ് വരെ നേട്ടം ഉണ്ടാക്കാമെന്നാണ് CPM കരുതുന്നത്. പക്ഷേ UDFന്റെ വിജയപ്രതീക്ഷ VD സതീശൻ പറഞ്ഞതാണ് 100-ൽ പരം സീറ്റുകൾ കിട്ടും എന്ന് പറയുന്നത് കൃത്യമാവാനാണ് സാധ്യത. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും 90 സീറ്റോടുകൂടി മിനിമം 90 സീറ്റെങ്കിലും അല്ലെങ്കിൽ UDF വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് കണക്കൂട്ടാം. വെള്ളാപ്പള്ളിയും അതേപോലെ സുകുമാരൻ നായരൊന്നും ഇത്തവണ വാ തുറന്ന് കൃത്യമായി സംസാരിച്ചില്ല. അതിന് കാരണം അവര് വിജയം UDFനാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ കൃത്യമായ ഒരു സൂചന വരും. എന്നിരുന്നാലും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ ഈ കേൾക്കുന്നത് ഒന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഈ 4-ാം തീയതിയിൽ റിസൾട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് വിശ്വസിക്കാനാവൂ. ഇതിനിടയിൽ സ്ട്രോങ് റൂം അട്ടിമറിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസും വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.